നീ വേറെ എവിടെയുള്ള ബാബു ഇല്ലേ ബാബു ഇല്ലേ? ലിപ്സിന് ഇറക്കിടാൻ പറ്റില്ല. ആ ഈ എരണം കെട്ടവൻ ഇപ്പൊ വിളിക്കും. ഇത്രയും നേരം അവനെ വിളിച്ചപ്പോ തിരിച്ചു വിളിക്കാൻ വയ്യുന്നു. അവനൊക്കെ ഇപ്പൊ വിളിക്കുന്നു. ഹലോ, ഡ്രസ് ഒപ്പിടിക്കുന്നമാരൊന്നും പാർട്ടിക്ക് ഇട്ടിരുന്നു. അപ്പൊ ഡ്രസ് മാറ്റിയാ വലിയ കുഴപ്പമില്ല. എന്താ ഒരാളാരാണ് വരാനുള്ളത്? ശരക്കണ്ണ ഹായ് കിട്ടിയില്ല. കിട്ടും കുറച്ചുണ്ട്. ഇല്ല ശരിയാവും. ഹെയർ കളർ മറ്റേതാണ് മഞ്ഞ. ആ ഇത് നേച്ചി വെറൈറ്റി ആണ്. ഞാൻ ആണോ? പറ്റൂല, എനിക്ക് ഇതേ പറ്റുള്ളൂ. ഇതേ ഇടുള്ളൂ. ഞാൻ എങ്ങനെയാണ്? അതെ ഞാൻ എങ്ങനെയാണ് എല്ലാത്തിനും എഗെയിൻസ്റ്റ് ആണ്. മെറ്റ അടിക്കാൻ വേണ്ടിട്ട് കേറിയിട്ടുണ്ട് കേട്ടോ. അപ്പുവും മറ്റേവനും പുഡിനും മെറ്റ അടിക്കാനായിട്ട് വന്നു കേട്ടോ. മറ്റേത് അപ്പൂനറിയില്ലേ നിനക്ക്? അപ്പൊ പണ്ടായിട്ടുള്ളൊരു പണ്ട് വാലറിലായിരുന്നു ആള്. ഇപ്പൊ പബ്ജിയിലേക്ക് കയറി. ഇടയ്ക്ക് വെച്ച ആള് ചത്തോന്നാണ് ഞാൻ വിചാരിച്ചത്. കുറെ ആൾ അറിവൊന്നും ഇല്ലായിരുന്നു. മറ്റേ അവൻ വരുമ്പോ എന്ന് പറഞ്ഞ ഡ്രോൺ പറത്തിട്ട് കുറച്ചു നേരം കൂടി കഴിയുന്ന പറയാം. കുഴപ്പമില്ല. ഡ്രോണ് പറത്തിക്കൊണ്ടിരുന്നോ ഫുഡ് എടുത്തില്ലെന്ന് പറഞ്ഞു. ചോറ് എടുത്തില്ലെന്ന് പറഞ്ഞു. അത് അവൻ ഇത്തിരി ഡ്രോൺ പറത്തല് കൂടുതലാണ്. പ്രാന്ത് തല കയറി കിടക്കുകയാണ്. എന്തൊരു എനിക്കറിഞ്ഞൂടെ. പക്ഷെ അവിടെ അവന് എന്തിനൂടെ എപ്പൊ നോക്കിയാലും ഡ്രോൺ പിടിച്ചോണ്ട് കിടക്കും. എന്തൊരു പ്രശ്നം എന്തോ ആരാ കണ്ടിട്ട്. ഇപ്പൊ ഞാൻ വല്ല ചെടിവാരി പൊത്തി തരും. പൊക്കോ അവിടെ പോയി ഡ്രോണും പറത്തിക്കൊണ്ട്. ഞാൻ ഇവന്മാരടുത്ത് പറഞ്ഞു നിന്നെ വിളിക്കാനും പറഞ്ഞു. അപ്പൊ ഇവന്മാര് പറഞ്ഞു നീ ചോറ് തിന്നാത്തതിന് സൗഫി ഇപ്പൊ തലക്കെ അടിച്ചെടുത്തോണ്ട് ഓടിയെന്ന് പറയുന്നത്. നീയൊക്കെ എന്താടാ ഇപ്പൊ പറഞ്ഞത്? എന്റെ അവസാനം ഞാൻ കേട്ടത് എന്തുവാ ഈ റീസൺ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വരാന്നല്ലേ പറഞ്ഞു നിങ്ങൾ? അങ്ങനത്തെ ഞാൻ പറഞ്ഞത് പബ്ജി കളിച്ച് തീർന്നിട്ട് മോളെ കുളിപ്പിച്ച് തരാം. ഇപ്പൊ ഞാൻ ഇതൊന്നും ഞാൻ കേട്ടില്ല. എടാ ഞാൻ നിന്റെ അടുത്തല്ല ഇവിടെ സംസാരിച്ച വെച്ചല്ലേ നീ കേട്ടത്. പോട്ടെ നീ എന്തിനു കഴിക്കുന്ന എന്തിനു ബാബു? കഴിക്കുന്നില്ല സത്യം പറ. ഇല്ല സത്യം കഴിച്ചില്ല. ഇപ്പൊ ചോറ് എടുത്തില്ല പറഞ്ഞപ്പോ ആള് ഡ്രോൺ നിർത്തി ഓടിയതാണ്. അതാണ് സത്യാവസ്ഥ. കുഴപ്പമില്ല പിന്നെ ഇന്ന് കഴിക്കണ്ട. ചോറൊക്കെ എന്നാ ചോറിന്റെ ഒക്കെ തന്നെയല്ലേ കുറ്റം. ചോറൊക്കെ എന്നുണ്ടായതൊക്കെ എന്താ ഇത് കാറ്റ കള്ളുടിയന്മാരെ പോലെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത്? പക്കാ ഫ്രോഡ് പയ്യന്മാരെ ശബ്ദം. നടക്കട്ടെ ഞാൻ പോയിട്ട് വരാം. നീ പോവാണ് ഇറങ്ങാണ്. പപ്പടത്തിനൊക്കെ ഉണ്ടാ അടുത്ത കളി? ഒരു കളി നീ എന്തായാലും ഒരു കളിയല്ലേ കാണത്തുള്ളൂ. ഞാൻ 10:30 വരെ കാണുള്ളൂ. 10:30 അല്ലേ? അപ്പൊ 10:30 വരെ പപ്പടം ഇവിടെ വാച്ച് പാർട്ടി ചെയ്തോണ്ടിരുന്നോളൂ. കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ കളി കണ്ടിട്ട് നിങ്ങള് മറ്റേ ഇതാവും പ്രകമ്പനം കൊള്ളും. പ്രകമ്പനം എമ്മാരി കളിയാണ് ഇനി കളിക്കാൻ പോണത്. വണ്ടി വരും. എന്തൊക്കെയാ ഈ പറയുന്നത്? നീ ഉറുമ്പിനെ കാര്യം പറഞ്ഞ മനസ്സിലാക്കത്തൊക്കെ. നമ്മുടെ തല കൊണ്ട് ഹെലികോപ്റ്റർ 4 പോകുന്നുണ്ട്. ഓ സോൺ അപ്പുറത്താണല്ലേ? സോണപ്പുറത്താണ് ഇപ്പോഴത്തെ. ഇപ്പഴേ ഓ എന്തിനൊക്കെ ഞാൻ ഞെക്കുന്നത്. എന്റെ കീ കൺട്രോളൊക്കെ തെറ്റി കേട്ടാ മൊത്തം. ഞാൻ ഞെക്കുന്നത് എമ്മയൊക്കെ എന്നെ കൊള്ളുന്നു. എടാ അത് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ. എന്തോ ഒരു കുഴപ്പമുണ്ട്. മനസ്സിലാകുന്നില്ല ശരിക്ക് എന്താണെന്നുള്ളത്. എനിക്കത് ഇങ്ങനെ നമുക്കിങ്ങനെ നോക്കുമ്പോ മനസ്സിലാകുന്നില്ലെങ്കിലും ഉപയോഗിക്കുമ്പോ മനസ്സിലാവില്ലേ? ആ ഒരു ഫീൽ ഉണ്ടല്ലോ. അത് പപ്പടത്തിന് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പപ്പടം വെറുതെ ഇരുന്നു. ഓ അതെനിക്ക് മനസ്സിലായി എണ്ണാന്ന്.
എന്തിന് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല നിനക്ക്. നിനക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല. നീ ഒന്നും എന്നെ മനസ്സിലാക്കിയിട്ടില്ല, അതാണ് സത്യം. അതാ അല്ല, നീ എന്നെ മനസ്സിലാക്കണ്ട, എനിക്ക് താല്പര്യമില്ല, അത് വേറെ കാര്യം. അവന്റെ ടൈമിങ് എനിക്ക് എപ്പോഴും അടിക്കായിരുന്നു അവനാ. ഇവിടെ എന്നെ നീ അടിക്കരുത്. നമുക്കൊരു ക്ലിയർ വ്യൂ ഇട്ട് അടിക്കാൻ ശരിക്കും അയ്യോ, ഒറ്റ ഒരുത്തരല്ല. ഇവിടെ ഉണ്ട്, താഴെ ഉണ്ട്, താഴെ ഉണ്ട്. കൊല വരുന്നു. ആഴെ ഉണ്ടായിരുന്നു. നൈസ് റാപ്സി. എന്റെ പൊന്നോ, ഇവിടെ ഒരു സ്മോക്ക് ഇട്ടരോ. മറ്റേ walkie കൂടെ അതോ വരുന്നു അണ്ണൻ. മറ്റേ അണ്ണൻ എന്തോ അങ്ങനെ വരുന്നേ ഉള്ളൂ. ഓടി ലെഫ്റ്റ് താഴെ കൂടെ അല്ലേ? നോക്കട്ടാ, നോക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവനെ കൊന്നോളാം. ഇവൻ ഇൻഫോ എടുത്തോണ്ടിരിക്കല്ലേ. നീ എന്റെ ചന്തിയിൽ അടിക്കാതല്ല. ഇല്ല, മൂന്നാളുടെ ഒരുത്തൻ അപ്പുറത്തെ മറ്റേ കരയിലുണ്ട്. അവിടെ നിന്ന് അടിച്ചു. ഓറഞ്ചിൽ നിന്നാ ഇത് അവന് കാണാൻ പറ്റുന്ന എങ്ങനെ നമ്മൾ ഇങ്ങനെ ഐഡിയ അടിച്ചാണെന്ന് തോന്നുന്നു. ആ വണ്ടി വരുന്നുണ്ട്. വേറെ എന്തോ വണ്ടി എന്തോ വരുന്നുണ്ടാണ്. പിന്നെ ടീമേറ്റ് എടുത്ത ഇവിടെ സപ്പോർട്ട് ഫയർ ചെയ്യാനായിട്ട് എന്തോ ട്രൈ ചെയ്യുന്നുണ്ട്. അണ്ണൻ കേറി പോകുന്ന ഒരു ബോക്സ് ഇല്ലേ, അതിന്റെ ബാക്കി ടിപ്പി ആയിരിക്കും ഉറപ്പാണ്. നോക്കി പോയെ. അവിടെ ഒരു ഉണ്ടായിരുന്ന മരത്തിന്റെ അടുത്തായിട്ട് ലെഫ്റ്റില്. എടാ പെപ്സി ഒന്നും ഓടിയാ. ഈ നശിച്ചവന്റെ നേടത് വായിരുന്ന് പൊട്ടി. എവിടെയാണെന്ന് എറിഞ്ഞുവിട്രാ, പക്ഷെ കണ്ടിട്ടില്ല അവന്. അവിടെ തന്നെ ഉണ്ടാ? എന്റെ അടയ, ഇത് എങ്ങനെയാണ് അറിയുന്നത്? കറക്റ്റ് ഇല്ല, വായുടെ അകത്ത് ഇല്ല. നല്ലൊരു എരണം, ഒന്നും പറയാനില്ല. നല്ലൊരു ഐഡിയ ഉണ്ട്. എന്നെ എടുത്ത് ഇവിടത്ത് നീ നോക്കായ. എടാ അവനെ പൊക്കടാന്ന്. ഒരു കാര്യം ചെയ്യും, നീ എന്റെ അവനെ ചുറ്റു. ഇവ മോളിലിരിക്കണ്ടാ, അതാണ് ഇവന് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. മൂന്നുപേരെയും കൂടെ റീകോൾ ചെയ്യും. ട്രാൻസ്ഫർ എടുത്ത് ചത്തു. നീ ഒരു കാര്യം ചെയ്തോ, ഇവന്റെ വെട്ടിന്ന് ഇതും എടുത്ത് എന്റെ ഇതും എടുത്ത് നേരെ വിട്ടോ. അവിടെ നിന്ന് ഒരു വെട്ടി വെട്ടി സ്മോക്കർ കണ്ടോ? തൊട്ട് ബാക്കിലോട്ടോ. ഇല്ല, അവിടെ കവറുണ്ട്. ഒയ്യോ വന്നു എന്താ എത്തി ഫ്രണ്ടിൽ, ഇതിന്റെ തൊട്ട് ഫ്രണ്ടില് കണ്ട്. ഓടെ ശബ്ദം കിട്ടില്ലേ? വരുന്ന മുമ്പേ പിടിച്ചവനൊക്കെ ചുമ്മാ അല്ല, അതല്ലേ ഞാൻ അതാണ് നോക്കുന്നേടാ. ഇവ എറിയുന്നൊക്കെ എങ്ങനെ കറക്റ്റ് വരുന്നത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അണ്ണ മോളി ഇരുന്നാണ് എറിയുന്നത്. മറ്റേ മുട്ട എറി ഞാൻ നോക്കിയ നെയ്ഡ് വരുന്നത് കണ്ടില്ല. ഫ്രണ്ടിൽ നിന്നൊന്നും നേരെ വന്ന് പൊട്ടി. ഓക്കെ, അത് പോട്ടെന്ന് വിചാരിക്കുക. മോൾട്ടോവ് സ്മോക്കിന്റെ അകത്തോടി കറക്റ്റ് മറ്റേ അണ്ണാക്കില്, അതും എങ്ങനെയെന്ന് മനസ്സിലായില്ല. ഇതെല്ലാം ഫ്രാഡിന്റെ കൂട്ടങ്ങളാണ്. കൂട്ടങ്ങള് ഇവന്മാരൊക്കെ ഉണ്ടല്ലോടാ. ഇവന്മാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പൂജ ചെയ്യുന്ന ടീമുകളാണ്. പൂജ എന്ന് വെച്ചാൽ എവിടെയും ഇരുത്തി കഴിഞ്ഞാൽ ഇരുന്ന് പൂജ ചെയ്തോളെ. ഇവിടെ